കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനവുമായി നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ സർവകൃപാലുവായ ദൈവം അടിയൻ്റെ ജീവിതത്തിൽ ഒരുക്കിത്തന്ന വിലയേറിയ മകൽ ഭാഗ്യത്തെ ഓർത്ത് അടിയൻ നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിയനെ ഈ വീഡിയോയിൽ കൂടെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, ജാതി മത സംഘടനാ വ്യത്യാസമെന്നെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു. തിരുവചന ചിന്തയിലേക്ക് കടക്കുവാൻ താല്പര്യപ്പെടുന്നു. ഇന്നത്തെ ചിന്താവിഷയമെന്ന് പറയുന്നത് ഏക സത്യദൈവവും നുണ പറയുന്ന മനുഷ്യരും. ഏക സത്യദൈവവും നുണ പറയുന്ന മനുഷ്യരും. ഏക സത്യദൈവം എന്ന് പറയുമ്പോൾ യോഹന്നാൻ എഴുതിയ 1 ലേഖനം 5:20 പറയുന്നു, യേശുക്രിസ്തു സത്യദൈവമാണെന്ന് പറയുന്നു. യേശുക്രിസ്തു തന്നെ പറയുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 14:6 വരുമ്പോൾ പറയുന്നു, ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ ജീവൻ, ഞാൻ തന്നെ സത്യമെന്ന് യേശുക്രിസ്തു പറയുന്നു. അതുകൊണ്ടാണ് ഏക സത്യദൈവം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഏക സത്യദൈവത്തിനെ മറ്റുള്ളവരെ സത്യത്തിൽ നടത്തുവാൻ കഴിയത്തുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 17:17 പറയുന്നു, ഒരു യേശുക്രിസ്തുവിൻ്റെ ഗത്സമന പ്രാർത്ഥനയാണ്. അവിടെ പറയുന്നുണ്ട്, ദൈവമേ ഇവരെ സത്യത്താൽ വിശുദ്ധീകരിക്കണമേ. അപ്പോൾ സത്യമുള്ളവനെ സത്യമുള്ളവനെ സത്യത്താൽ വിശുദ്ധീകരിക്കാൻ പ്രാർത്ഥിക്കാൻ പറ്റും. കാരണം നുണ പറച്ചിൽ ഭയങ്കരമില്ലേ. കാര്യസാധ്യത്തിന് വേണ്ടി നുണ പറയാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. തിരുവചന വെളിച്ചത്തിൽ നമുക്ക് നോക്കാം. നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയണ്ടല്ലോ. ഞാൻ എന്നെ തന്നെ കുറ്റം പറഞ്ഞാൽ മതി. ഞാൻ എന്നെ തന്നെ അങ്ങ് ശോധന ചെയ്യുക ജീവിതത്തിലെ കുറവുകളെ. എന്നാൽ ചിന്താവിഷയം അതായതുകൊണ്ട് തിരുവെഴുത്തുകളിൽ ഒത്തിരി വചനങ്ങളൊക്കെ കേൾക്കുന്നതുകൊണ്ട് വ്യത്യസ്ത നിലകളിൽ ചില ചിന്തകൾ തരുവാൻ താല്പര്യപ്പെടുകയാണ്. തിരുവെഴുത്തുകളിലേക്ക് കിടക്കുമ്പോൾ സാരിശുവാക്യം 20:19 വരുമ്പോൾ അവിടെ പറയും, നുണയനായി നടക്കുന്നവൻ രഹസ്യം വെളിപ്പെടുത്തുന്നു. അടുത്തൊരു പദം ശ്രദ്ധിച്ചോണ്ട് സാരിശുവാക്യം 25:9 പറയുന്നു, നിന്റെ വഴക്ക് കൂട്ടുകാരനുമായി പറഞ്ഞു തീർക്കുക, എന്നാൽ മറ്റൊരുത്തൻ്റെ രഹസ്യം നീ വെളിപ്പെടുത്തരുത്. അടുത്ത സാദൃശ്യവാക്യം 11:13 പറയുന്നു, ഏഷണിക്കാരനായി നടക്കുന്നവൻ രഹസ്യം വെളിപ്പെടുത്തുന്നു, വിശ്വസ്തമാനസനോ കാര്യം മറച്ചു വയ്ക്കുന്നു. സഭാപ്രസംഗം 7:29 ഒരു കാര്യം പറയുന്നുണ്ട്, ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു, അവനോ അനേക സൂത്രങ്ങളെ കണ്ടുവരുന്നു. സൂത്രശാലിയായ മനുഷ്യർ, നുണ പറഞ്ഞു നടക്കുന്ന മനുഷ്യർ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ കള്ളം പറഞ്ഞ ഒരു വലിയൊരു ലിസ്റ്റ് തന്നെ ബൈബിളിലുണ്ട്. അതിൽ ആ വ്യക്തികളെ ഓടിച്ച് കമ്പിവാചകം പോലെ പറഞ്ഞ് 1-2 ചിന്തകൾ തരുവാൻ താല്പര്യപ്പെടുകയാണ്. ഇപ്പോൾ ആദാം ഹൗവ ദമ്പതികളെ നോക്കിയേ, അവർ കള്ളം പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 3-ാം. ദൈവം തിന്നരുതെന്നേ പറഞ്ഞുള്ളൂ. അവർ പറഞ്ഞൊരു പദമാണ് തൊടുകയും അരുതെന്ന്. തൊടുകയും അരുതെന്ന് ആദ്യമേ അവരങ്ങ് പറയുക. അങ്ങനെ എന്തു ചെയ്തു? അവിടെ തുടങ്ങി നുണയുടെ പരിപാടി. അവിടെ തുടങ്ങി. ദൈവം പറയാത്തത് പറഞ്ഞു സാത്താനോട്. ദൈവം പറഞ്ഞു തിന്നരുതെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, തൊടരുതെന്ന് പറഞ്ഞിട്ടില്ല. പിശാച് വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടെന്ന് വാസ്തവം അവൻ കയറ്റിയപ്പോൾ, വാസ്തവം ഇതിനകത്ത് നുഴഞ്ഞു കയറിയപ്പോൾ ഹൗവ തൊടുകയും അരുതെന്ന് പറഞ്ഞു. അവൻ ആദ്യം മുതലേ കുലപാതകൻ. അവൻ പോഷ്ക് പറയുന്നവൻ്റെ അപ്പനുമാണെന്ന് യോഹന്നാൻ്റെ സുവിശേഷം
8:44 പറയുന്നു. അവനാണ് നുണയുടെ ആത്മാവ്. അപ്പോൾ ഈ നുണ പറഞ്ഞുകൊണ്ട് നടക്കുന്നവർ ഒരു കാര്യം സാധിച്ചോണം. കാര്യസാധ്യത്തിന് വേണ്ടി നുണ പറഞ്ഞ് നടക്കുന്നെങ്കിൽ അതൊന്ന് നിർത്തണം. എനിക്ക് എങ്ങനെയും കാര്യസാധ്യത്തിന് വേണ്ടി നുണ പറയുന്നവർ തിരുവെഴുത്തുകളിൽ കൂടെ ഓടി വന്നാൽ ഞാൻ ആ ഭാഗം അവിടെ വിടുക. എല്ലാവർക്കും അറിയാലോ അത്. രണ്ടാമതാണ് അബ്രാം എന്ന അബ്രഹാം. അദ്ദേഹം ആദ്യമായിട്ട് വീണ്ടും കള്ളം പറയണം. ഉൽപ്പത്തി 12:10 മുതൽ 13 വരെ. ദേശത്ത് എല്ലാവർക്കും അറിയാം, ദേശത്ത് കഠിന ക്ഷാമമായപ്പോൾ ഭാര്യയും വിളിച്ചുകൊണ്ട് പോയി പറഞ്ഞു, നീ സൗന്ദര്യമുള്ളവളെന്ന് കണ്ടു. അപ്പോഴാണ് പുള്ളി കണ്ടിട്ട് അവിടെ പറയുന്നൊരു പദമാണ്, നീ എൻ്റെ പെങ്ങളെന്ന് പറയണം. അപ്പോൾ അവരെന്നെ കൊല്ലത്തില്ല, ഞാൻ ജീവിച്ചിരിക്കുകയും നന്മ വരികയും ചെയ്യുമെന്ന് അവിടെ പറയുന്നു. അടുത്ത 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഗരാർ രാജാവായ അബീമേലെക്കിൻ്റെ മുമ്പിൽ വരുമ്പോൾ ഇവർ കള്ളം പറഞ്ഞു. അവിടെ 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 20-ാം അധ്യായം അവിടെ പഠിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഒന്നു മുതലുള്ള ഭാഗങ്ങൾ താഴോട്ട് വായിക്കുമ്പോൾ സാറായി ആകുന്ന സാറ കള്ളം പറഞ്ഞു. അബ്രാം എന്ന അബ്രഹാം പറഞ്ഞു ഇവളെൻ്റെ പെങ്ങളാണ്. 20-ാം അധ്യായത്തിൽ ഇവള് പറയുന്നു അവൻ എൻ്റെ ആങ്ങളെയാണ്. അപ്പോൾ ആങ്ങളെയും പെങ്ങളും കൂടെ ഒത്തുകൊണ്ടുള്ള കള്ളം പറച്ചിൽ. അപ്പോൾ അങ്ങനെയുണ്ട്, ചില സ്ഥലത്തൊക്കെ നടക്കുന്നുണ്ട്. ആങ്ങളെയും പെങ്ങളും കൂടെ ഒത്തുകൊണ്ട് കള്ളം പറഞ്ഞ് നിരപരാധികളെ ക്രൂശിക്കുന്ന അനുഭവങ്ങൾ. ഇതൊക്കെ നമ്മളൊന്ന് നിർത്തേണ്ട കാലഘട്ടമായി. ഇപ്പോൾ കൂടിക്കൂടി വരുന്നത് കൊണ്ടാണ്. കാരണം ഇനി കൂടിക്കൂടിയേ വരത്തുള്ളൂ, അത് ഉറപ്പാണ്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് തിമോഥെയോസിന് 2-ാം ലേഖനം 3-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അറിയാം. ഞാനതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഈ ഭാഗം എല്ലാവർക്കും അറിയാം. അടുത്ത് ഇസഹാക്ക് കള്ളം പറഞ്ഞു. ഇസഹാക്ക് കള്ളം പറയുന്നു 26-6 മുതൽ 11 വരെയുള്ള വാക്യത്തിൽ കള്ളം പറയുക. ഉൽപ്പത്തി പുസ്തകം 26-6 മുതൽ 11 വരെയുള്ള വാക്യം. അവിടെയും കള്ളം പറയുക, ഇവൾ എൻ്റെ പെങ്ങളാണെന്ന് പറയുക. അപ്പോൾ അവിടെയും കള്ളം പറഞ്ഞു. അടുത്ത് യാക്കോബ് കള്ളം പറഞ്ഞു. അത് ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായം പഠിച്ചു കഴിഞ്ഞാൽ അമ്മയും മോനും കൂടി ചേർന്ന് ഉള്ള പരിപാടിയായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ റിബേക്കയും യാക്കോവും കൂടിക്കൊണ്ട്, ശരിക്കും പറഞ്ഞാൽ യാക്കോവിനെ അപ്പൻ്റെ അടുത്ത് നുണ പറയുവാൻ പ്രേരിപ്പിച്ചത് റിബേക്കയാണ്. ആ 27-ാം അധ്യായം നമുക്കറിയാം. 1 മുതൽ 10 വരെയൊക്കെ വായിക്കുമ്പോൾ അവിടെ ഉണ്ട്. അവിടെയും അമ്മയും മോനും കള്ളം പറയുന്നു. മോനെ നീ ആരാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ നിൻ്റെ മകൻ യേശാവാണ്. കൈ കൊണ്ട് തപ്പി നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ രോമമുള്ള ആട്ടിൻ തോല് കൊണ്ടുള്ള കുപ്പായമൊക്കെ അങ്ങോട്ട് എടുത്തിട്ട്, അല്ലെങ്കിൽ യേശാവിനെ പോലെ മുടിയുള്ള കുപ്പായം അങ്ങോട്ട് എടുത്തിട്ട് അപ്പൻ്റെ മുമ്പിൽ കാണിച്ചു. അപ്പനൊരു സംശയം, ശബ്ദം യാക്കോവിൻ്റെ. അപ്പൻ തടവി നോക്കിയപ്പോൾ ഇതുപോലെയാണ് വയസ്സാം കാലത്ത് അപ്പന്മാരെ കളിപ്പിക്കുന്ന മക്കൾ. അതുകൊണ്ട് മുകളിലൊരാളുണ്ടെന്ന് വിചാരിച്ച് മാതാപിതാക്കളെ കബളിപ്പിക്കാതെ നേരായ പാതയിൽ വരണം. റിബേക്കയുടെ സ്വഭാവമൊക്കെ ഒന്ന് മാറ്റി അപ്പനെതിരെ തിരിയുന്ന
വ്യക്തി ജീവിതങ്ങൾ ഒക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്കൊരു ആത്മീയ പാഠമായിട്ടിരിക്കണം. അതുകൊണ്ടാണ് ഈ പറയുന്നത്. ഇതൊരു ആത്മീയ പാഠമായിട്ടാണ്. ഇതൊരു വലിയൊരു പവർഫുൾ മെസ്സേജൊന്നുമല്ല. അപ്പോൾ ആ 27-ാം അധ്യായം കബളിപ്പിച്ച് ജേഷ്ഠാവകാശം തട്ടിയെടുത്ത് അപ്പൻ ചോദിച്ചു, നിൻ്റെ പേരെന്തെന്ന് ചോദിച്ചപ്പോൾ, നീ ആരാകുന്നു മകനെ? ഞാൻ യേശാവാണെന്ന്. യാക്കോബ് യേശാവായി മാറുന്നു, വേഷം മാറുന്നു. അതിൻ്റെ പിന്നിൽ പ്രേരിപ്പിച്ചത് ഒളിഞ്ഞു നിന്ന് കേട്ട അമ്മയാണ്. അപ്പനും മൂത്ത മകനും കൂടെ സംസാരിക്കുന്നത് ഒളിഞ്ഞു നിന്ന് കേട്ടിട്ട് ഇളയ മകനോട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടു. ഇന്നും പലരും അങ്ങനെയാണല്ലോ, ഒളിഞ്ഞു നിന്നല്ലേ കേൾക്കുന്നത്. ഓരോ കാര്യങ്ങൾ ഒളിഞ്ഞു നിന്ന് കേൾക്കും, എന്തോ പറയുന്നതിന്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ യാക്കോബ് എന്ത് ചെയ്തു? കള്ളം പറഞ്ഞു. അവസാനം യാക്കോബിൻ്റെ മക്കൾ വന്നപ്പോഴോ 10 കൂടി എന്ത് ചെയ്തു? യോസഫിനെ എടുത്ത് പൊട്ടക്കിണറ്റിലിട്ടിട്ട് രക്തം, ഒരു കോലാട്ടുകൊറ്റനെ കൊന്നിട്ട് അതിൻ്റെ രക്തം എടുത്ത് യോസഫിൻ്റെ അങ്കിയിൽ പുരട്ടി അപ്പനെ കൊണ്ട് കാണിക്കുക. എന്നിട്ട് പറഞ്ഞു, ഇത് നിൻ്റെ മകൻ്റെ അങ്കിയല്ലേ? ഉവേ, എൻ്റെ മകൻ്റെ അങ്കിയ. അവൻ്റെ രക്തം കണ്ടു. അവനെ ഒരു മൃഗം വന്ന് അവനെ കടിച്ച് കീറി കൊന്നു. അപ്പോൾ രക്തത്തിൽ അവിടെ ഏദൻ തോട്ടത്തിലും കള്ളത്തരം പറഞ്ഞപ്പോൾ അവിടെയും രക്തത്തിൽ വന്നു. ഒരു കുഞ്ഞാടവിടെ അറക്കപ്പെട്ടു. 33:21. ഇവിടെ ഇപ്പോൾ എന്ത് ചെയ്തു? കള്ളം പറഞ്ഞ് ഇങ്ങോട്ട് വന്ന് രക്തത്തിൽ എന്ത് ചെയ്തു? വന്നു. ഇനി യാക്കോബിൻ്റെ ഇഷ്ടഭാര്യയായ റാഹേലിനെ നോക്കാം. ഈ റാഹേൽ എന്ത് ചെയ്യുന്നറിയാം? അവിടുന്ന് ലാബാൻ ഇല്ലാതിരുന്ന രോമം കത്തിരിക്കുവാനായിട്ട്, തൻ്റെ അപ്പൻ രോമം കത്തിരിക്കുവാനായിട്ട് പോയപ്പോൾ യാക്കോബ് പിള്ളാരെയും വിളിച്ച് ഭാര്യമാരെയും വിളിച്ച് സകലതും കൊണ്ട് അവൻ മുങ്ങി. ഈ മുങ്ങിയ കൂട്ടത്തിൽ യാക്കോബ് അറിയാതെ ആ ഗ്രഹബിംബം കൂടെ എടുത്തുകൊണ്ട് പോന്നു. ലാബാൻ എന്ത് ചെയ്തു? നേർ വന്ന് അങ്ങോട്ട് പറഞ്ഞു, ഗ്രഹബിംബം എന്ത് ചെയ്യുന്നു ചോദിച്ചു. യാക്കോബിൻ്റെ കൂടാരത്തിൽ കയറി, പിന്നെ ലേയുടെ കൂടാരത്തിൽ കയറി. അവിടെ ഒന്നുമില്ല. അപ്പോഴിത് കണ്ടുകൊണ്ട് റാഹേൽ ഒരു കാര്യം ചെയ്തു. കൂടാരത്തിനകത്തുനിന്ന് പെട്ടെന്ന് ഗ്രഹബിംബം എടുത്ത് ഒട്ടകക്കോപ്പിനകത്തിട്ടിട്ട് അവൾ കയറി അതിൻ്റെ മുകളിൽ ഇരുന്നു. അവിടെയും പറഞ്ഞ രക്തത്താൽ ജയമെന്ന്. അവൾ രക്തത്താൽ ജയം പറഞ്ഞ് അവസാനം എന്ത് ചെയ്തു? 35-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായത്തിൽ രക്തത്തിൽ തന്നെ മരിക്കുകയും ചെയ്തു. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിലെ കാര്യമായി പറയുന്നു. ഇതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം. കള്ളം പറച്ചിൽ. മുപ്പത്തൊന്നിൻ്റെ 19 മോഷണം. 33-ന്റെ 35 ഒക്കെ വായിക്കും. 31-ന്റെ 33 മുതൽ 35 വരെയുള്ള വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെ ഉണ്ട്. ഞാൻ മനസ്സിലാക്കി, കാരണം എല്ലാവരും കേൾക്കുന്നുണ്ട്. ജാതി മത ഭേദമന്യേ എല്ലാവരും കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്കൂടെ മനസ്സിലാകണം, അവർക്കൂടെ മനസ്സിലാകത്തക്ക നിലയിലാണ്. അപ്പോൾ ഇങ്ങനെ കള്ളം പറയുന്ന ഒരു നീണ്ട പട്ടിക എന്ത് ചെയ്തു? സർശയൊക്കെ 30-10 പറയുന്നു, ദാസനെക്കുറിച്ച് യജമാനനോട് ഏഷണി പറയുന്ന, ഏഷണി എന്ന് പറഞ്ഞാൽ കള്ളം പറയുന്നവൻ നിന്നെ ശപിച്ചിട്ട് നീ കുറ്റക്കാരനാകുവാൻ ഇടവരരുതേ. അപ്പോൾ ദാസനെക്കുറിച്ച് യജമാനനോട് ഏഷണി, കുറ്റം പറയുന്നവൻ, അവൻ നിന്നെ ശപിച്ചിട്ട് നീ കുറ്റക്കാരനാകുവാൻ വരരുതേ എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. ഇനി നുണ പറഞ്ഞു നടന്ന 1-2 വ്യക്തികളെ പെട്ടെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. എൻ്റെ ഒന്നാമത്തെ ചിന്താവിഷയമാണ് നമ്മൾ തിരുവെഴുത്തുകളിലേക്ക് കടക്കുമ്പോൾ ശൗലിൻ്റെ ഭൃത്യന്മാരുടെ കൂട്ടത്തിൽ
ഏതോമ്യനായ ദോവേഗ് എന്ന് പറഞ്ഞ് ഒരു വ്യക്തി. അപ്പം നുണയുടെ ആത്മാവ്. ശമൂവേൽ എഴുതിയ 1 പുസ്തകം 22 അധ്യായം നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അവിടെ കിടപ്പുണ്ട്. ശമൂവേൽ എഴുതിയ 1 പുസ്തകം 22 അധ്യായം. അവിടെ വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്, ഇവൻ നോബിലെ പുരോഹിതന്മാരുടെ വീട്ടിൽ ദാവീദും കൂട്ടരും വന്നിട്ടുണ്ടെന്ന് ഉള്ള വിവരം വന്നതും, അതുപോലെ തന്നെ ഇവരെ സഹായിച്ചു എന്നും ഇവർക്ക് വേണ്ട ആലോചന കൊടുത്തു എന്നും അവർക്ക് ഗോലിയാത്തിൻ്റെ വാളും കൊടുത്തു എന്ന് ഈ ഏതോമ്യനായ ദോവേ അഭിഷേകം നഷ്ടപ്പെട്ട ശൗലിനോട് പോയി പറയുന്നു. അവസാനം ആ ഭാഗം വായിക്കും, വളരെ വേദന. 22:17-18 വാക്യമൊക്കെ വായിക്കും, വളരെ വേദന. അവരെ പുരോഹിതന്മാരെ വിളിച്ചു വരുത്തി ഇവർ മരിക്കണമെന്ന് വിധി കൽപ്പിച്ച ശൗല് തൻ്റെ ഭൃത്യന്മാരോട് പറഞ്ഞപ്പോൾ അവരൊക്കെ കൊല്ലാതെ മാറി നിന്നു. യഹോവയുടെ പുരോഹിതന്മാരെ ഞങ്ങൾ കൊല്ലുവാൻ അവർ മടിച്ചു നിന്നപ്പോൾ ഈ ഏതോമ്യനായ ദോവേ 85 പുരോഹിതന്മാരെ വാളിൻ്റെ വായ്ത്തലയാൽ വെട്ടിക്കൊന്നു. ഇവനെന്ത് പ്രയോജനം കിട്ടി എന്നറിയില്ല, പക്ഷേ അവൻ വെട്ടിക്കൊന്നു. വേദനിപ്പിക്കുന്ന കാര്യം, സത്യത്തിന് വേണ്ടിയാണ് നിന്ന്, നീതിക്ക് വേണ്ടിയാണ് 85 പുരോഹിതന്മാരിൽ നിന്നത്. ആ പുരോഹിതന്മാരെ എല്ലാത്തിനും ഒന്നുപോലും ബാക്കി വയ്ക്കാതെ, എങ്കിലും അവിടെ ഇന്നലെ പറഞ്ഞതുപോലെ ഒരുത്തനെ ഓടി, അബിയാഥാർ എന്ന് പറഞ്ഞ ഒരു വ്യക്തി രക്ഷപ്പെട്ടു പോയി. അവിടുന്ന് രക്ഷപ്പെട്ടു പോയി ദാവീദിനോട് വിവരം പറഞ്ഞു. ഇന്നലെ പറഞ്ഞത് അതാണല്ലോ, പ്രതിസന്ധികളിൽ രക്ഷപ്പെട്ടവർ. അതിലൊരാൾ ഈ ഇദ്ദേഹമുണ്ട്, അബിയാഥാർ. ബാക്കി എല്ലാത്തിനെയും കൊന്നുകളഞ്ഞു. എന്തിനു വേണ്ടി? പദവിക്ക് വേണ്ടിയായിരിക്കാം, പ്രശസ്തി നേടാനായിരിക്കാം, മറ്റുള്ളവരുടെ മുൻപിൽ മാന്യത കിട്ടാനായിരിക്കാം അയാൾ ചെയ്തത്. പക്ഷെ അയാളെക്കുറിച്ച് 52 സങ്കീർത്തനം ഞാൻ 1 മുതൽ 6 വരെയുള്ള വാക്യം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: വീര, നീ ദുഷ്ടതയിൽ പ്രശംസിക്കുന്നത് എന്ത്? ദൈവത്തിൻ്റെ ദയ നിരന്തരമാകുന്നു. ചതിവ് ചെയ്യുന്നവനെ മൂർച്ചയുള്ള ക്ഷൗരക്കത്തി പോലെ നിന്റെ നാവ് ദുഷ്ടത വകഞ്ഞുണ്ടാക്കുന്നു. നീ നന്മയേക്കാൾ തിന്മയെയും നീതിയെ സംസാരിക്കുന്നതിനേക്കാൾ വ്യാജത്തെയും ഇഷ്ടപ്പെടുന്നു. നീ വഞ്ചന നാവും നാശകരമായ വാക്കുകളൊക്കെയും ഇഷ്ടപ്പെടുന്നു. ദൈവം നിന്നെയും എന്നേക്ക് നശിപ്പിക്കും. നിന്റെ കൂടാരത്തിൽ നിന്ന് അവൻ നിന്നെ പറിച്ചു കളയും. ജീവനുള്ളവരുടെ ദേശത്തു നിന്ന് നിന്നെ നിർമൂലമാക്കും. നീതിമാന്മാർ കണ്ട് ഭയപ്പെടും, അവർ അവനെ ചൊല്ലി ചിരിക്കും. ഇത് കണ്ട, ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. ഏതോമ്യനായ ദോവേ അവൻ ചെയ്ത ക്രൂരകൃത്യങ്ങളെ കണ്ടുകൊണ്ട് എഴുതിയ ഒരു സങ്കീർത്തനമാണ്. ലാസ്റ്റിൽ പറയുന്നുണ്ട്, ഞാൻ ആലയത്തിൽ, നീതിമാന്മാർ ആലയത്തിൽ വൃക്ഷം പോലെ തഴയ്ക്കുമെന്നൊക്കെ താഴോട്ട് പറയുന്നുണ്ട്. ഞാനതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കണമേ, ഈ 85 എണ്ണത്തിന് യവനെ കൊല്ലുവാൻ എങ്ങനെ ധൈര്യം വന്നു? അവൻ്റെ നാവ് ക്ഷൗരക്കത്തി പോലെ എന്ന്. ക്ഷൗരക്കത്തി എന്തിനാ? ഷേവിയേന, അല്ലാതെ വേറെ ഒന്നുമല്ല. മനുഷ്യനെ കൊല്ലാനൊന്നുമല്ല, കഴുത്തറുക്കാനൊന്നുമല്ല.
അതുകൂടെ ചേർത്ത് ശമൂവേൽ 1 പുസ്തകം 22 അധ്യായം കൂടെ 22-ന്റെ 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ കിടപ്പുണ്ട്. വളരെ വേദനിപ്പിക്കുന്ന അനുഭവം. നുണ പറഞ്ഞ് ആരെക്കുറിച്ച് നുണ പറയരുത്. ഉള്ള കാര്യമേ പറയാവൂ. ആരെ ഇടിച്ച് താഴ്ത്ത് നമ്മുടെ പദവിക്ക് വേണ്ടി നുണ പറയരുത്. ദൈവം മനുഷ്യനെ നേരുള്ളവനായാലേ സൃഷ്ടിച്ചത്. സഭാപ്രസംഗം 7:29. മനുഷ്യനാണ് യെശയ്യാ 28-ന്റെ 10-11 വാക്യങ്ങൾ വായിക്കുമ്പോൾ ചട്ടത്തിന്മേൽ ചട്ടം, സൂത്രത്തിന്മേൽ സൂത്രം, ആദായ സൂത്രം, ഇതെല്ലാം സൂത്രങ്ങൾ നമുക്ക് നിർത്തി ദൈവസന്നിധിയിലിരുന്ന് ദൈവവചനം ധ്യാനിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് മുന്നേറാം. ആർക്കും ഒരു ദ്രോഹം ചെയ്യാതെ, എല്ലാവരും നമ്മുടെ കൂട്ട സഹോദരങ്ങളാണെന്ന് മനസ്സിലാക്കി, ആർക്കും നമ്മളൊരു ദോഷമോ ദ്രോഹമോ ചെയ്യാതെ ദൈവപ്രവൃത്തിക്ക് വേണ്ടി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് ആ ക്രിസ്തുവിൻ്റെ സ്നേഹം അവരുടെ മുൻപിൽ പ്രകടിപ്പിക്കാം. നമ്മൾ വാക്കുകൊണ്ടും ആരെയും കൊല്ലണ്ട. ഇന്ന് നാവ് കൊണ്ട് കൊല്ലാമല്ലോ. ചിലർ ഇരമ്യാവിനെ നാവ് കൊണ്ട് കൊന്നു കളയുക എന്ന് പറയുന്നുണ്ട്. ഞാനതിലേക്ക് കടക്കുന്നില്ല. വിഷയത്തിലേക്ക് ഞാൻ വരാം. രണ്ടാമത്തെ എൻ്റെ ചിന്താവിഷയമാണ് ശൗലിൻ്റെ കുടുംബത്തിൽ തന്നെ ശൗലും തൻ്റെ തലമുറകളെല്ലാം പട്ടുപോയി. ശമൂവേൽ 31 പട്ടുപോയി. യോനാഥാനൊരു മകനുണ്ടായി, മെഫീബോശത്ത് എന്ന് പറഞ്ഞു. മെഫീബോശത്തിൻ്റെ ഭൃത്യനായിരുന്ന സീബ എന്ന നുണയൻ. വേദനിപ്പിക്കുന്ന കാര്യം. കരഞ്ഞു പോവും. തിരുവചനം ധ്യാനിക്കുമ്പോൾ കരഞ്ഞു പോവും. 2 കാലും മുടന്തുള്ളവനാണ്. 16-ാം അധ്യായം ശമൂവേൽ എഴുതിയ 1-ാം പുസ്തകം 16-ാം അധ്യായം, ശമൂവേൽ 2-ാം പുസ്തകം 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ കിടപ്പുണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അവിടെ എഴുതിയിരിക്കുന്ന പദം എങ്ങനെയാ? ശമൂവേൽ എഴുതിയ 2-ാം പുസ്തകം 19-ന്റെ 24 മുതൽ 30 വരെയുള്ള വാക്യം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഈ 2 കാര്യം വളരെ ശ്രദ്ധിച്ചോണേ. ഈ 16-ാം അധ്യായത്തിൽ സീബ അവൻ കഴുതയ്ക്ക് കോപ്പിട്ടപ്പോൾ, ചുരുക്കി പറയുക, ദാവീദിനെ കൊണ്ടുപോയി അപ്പവും വീഞ്ഞും കഴുതകളെ കൊണ്ട് കൊടുത്തിട്ട് ദാവീദ് മല കയറി പോകുമ്പോൾ ഇവൻ കഴുതപ്പുറത്ത് പോയി ഇതെല്ലാം കൊണ്ട് കൊടുത്തിട്ട് ഈ 2 കാലം മുടന്തനായവനെ കുറിച്ച് നുണ പറയുക. ഇവൻ പോകുവാനായിട്ട് ഒരുങ്ങിയതാ, പക്ഷെ ഇവനെ കയറ്റിയില്ല. അത് ശമൂവേൽ 2-ാം പുസ്തകം 19-ന്റെ 24 മുതൽ ഈ മെഫീബോശത്ത് പറയുന്ന കാര്യം നമുക്കറിയാം. വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം. ശമൂവേൽ എഴുതിയ 2-ാം പുസ്തകം 9-ാം അധ്യായം കൂടെ ചേർത്ത് പഠിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഞാൻ ചുരുക്കി പറയുകയാണ്, ആ മുടന്തനെ കുറിച്ച് പോലും, 2 കാലം മുടന്തനായവനെ കുറിച്ച് പോലും പോയി നുണ പറഞ്ഞു. നമുക്ക് പറയാം, ആത്മീയ മുടന്തനെ കുറിച്ച് പോലും, ആത്മീയമായി ആരെങ്കിലും ക്ഷീണിച്ചിരുന്നാൽ പോലും അവനെക്കുറിച്ച് നുണ പറയുക. ദൈവദാസന്മാരെ കുറിച്ച് നുണ പറയുക. ദൈവമക്കളെക്കുറിച്ച് നുണ പറയുക. ഇതുപോലുള്ള സീബമാരും ഏദോമ്യനായ ദോവേഗും ഇന്നും നമുക്കൊരു ഭീഷണി, ഇന്നും ദൈവദാസന്മാർക്കൊരു ഭീഷണിയായിട്ട് നിൽക്കുക. അവസാനം ഈ മെഫീബോശത്ത് എന്ന് ശമൂവേൽ 2-ാം പുസ്തകം 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മെഫീബോശത്ത് പറയുന്നത്, എനിക്ക് വരണമെന്ന് താല്പര്യമുണ്ടായിരുന്നു. 2 കാല രാജാവെ, എല്ലാവരും ദാവീദിനെ എതിരേൽക്കാൻ ചെന്നപ്പോൾ കൂട്ടത്തിൽ ഇയാളും ചെല്ലുക, താടിയും വളർത്തി
കാലുകൾക്ക് ഈ ദാവീദ് പോയതിന് ശേഷം താടിയും വളർത്തി ദുഃഖിച്ച് തൻ്റെ കാലിന് ഒരു ചികിത്സയും ചെയ്യാതെ ഇരുന്നു എന്ന് താൻ തന്നെക്കുറിച്ച് തന്നെ ദാവീദിനോട് പറയും. എനിക്ക് വരണമെന്നുണ്ടായിരുന്നു, സീബ എന്നെ ചതിച്ചു, അവൻ യജമാനനോട് നുണ പറഞ്ഞു, ഞാനും എൻ്റെ കുടുംബവും മരണയോഗ്യനാണ്. പക്ഷെ ഈ വർത്തമാനം എല്ലാം കേട്ടിട്ടും ദാവീദ് എന്ത് ചെയ്തില്ല? അവനോട് ക്ഷമിച്ചില്ല. അവൻ്റെ അപ്പൻ യോനാഥാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം മറന്നു. മനുഷ്യരങ്ങനെയാ. നുണ മാത്രം കേൾക്കുന്ന വ്യക്തികളുണ്ട്. എങ്ങനെയെങ്കിലും നുണ കേൾക്കുക. അതുകൊണ്ട് ആ നുണ പറച്ചിലങ്ങ് നിർത്തുക. എന്താ നമുക്ക് കിട്ടുന്നത്? എന്താ നുണ പറഞ്ഞ എന്താണെന്നറിയാം? സീബ അവർ ഇസ്രായേലിൽ അവൻ രാജാവ് ആകാൻ പോവുകയാണെന്നും പറഞ്ഞുകൊണ്ടാണ് ശമൂവേൽ 2-16 അധ്യായത്തിൽ ചെന്ന് നുണ പറഞ്ഞു കൊടുത്തു. അത് ദാവീദിനേറിക്കൊണ്ടു അവൻ രാജാവാകുവാനുള്ള തീരുമാനമൊക്കെ എടുക്കുകയാണ്. അവൻ മനസ്സാവാച കർമ്മണ അറിയാത്ത കാര്യം ഇത് പറഞ്ഞുണ്ടാക്കി. അതുകൊണ്ട് ഞാൻ അവിടെ നിർത്തുക. ശമൂവേൽ 1-17-31 ദാവീദ് പറഞ്ഞ കാര്യം ശൗലിന് അറിവ് കിട്ടി. അത് അവിടെ എഴുതിയിരിക്കുന്നൊരു പദമാണ്. ദാവീദ് പറഞ്ഞ കാര്യം അഭിഷേകം പരസ്യമായപ്പോൾ ശൗലിന് അറിവ് കിട്ടി. നമ്മുടെ സഭയിൽ പറയുന്ന കാര്യങ്ങളും എല്ലാം അങ്ങനെ തന്നെ. എല്ലാ വിഭാഗക്കാരും ഉണ്ടല്ലോ, നുണ പറയുന്നവരുണ്ടല്ലോ. കാര്യം സാധിക്കാൻ വേണ്ടി നുണ പറഞ്ഞ് പ്രീതിപ്പെടുത്തി ഓരോരുത്തരെ പൊക്കി നിർത്തുക. എന്നാണ് തള്ളി താഴെയിടുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇതിലൊന്നും കുടുങ്ങിപ്പോകാതെ ഏക സത്യ ദൈവത്തിൽ കർത്താവ് പറഞ്ഞതുപോലെ നമുക്ക് മുന്നോട്ട് പൊക്കൂടെ? നമുക്ക് ദൈവകൃപയിൽ മുന്നോട്ട് പൊക്കൂടെ? ചുരുക്കി പറഞ്ഞതേ ഉള്ളൂ. നുണ പറയുന്ന ഒരുപാടെണ്ണം. നുണ പറയാത്ത ആരും ഭൂമിയിലില്ല, കാണത്തില്ല. ഞാനൊരിക്കൽ ബഹറിൽ നിൽക്കുക. അപ്പോൾ ഒരു ബസ് സ്റ്റാൻഡിൽ നിൽക്കുക. അപ്പം ഞാൻ പറഞ്ഞു, സഹോദരാ എവിടാ? അതെ, ഞാൻ 100 കിലോമീറ്റർ അകലെയാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ ആ ബസ് സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ തന്നെ ഇയാളെന്ത് ചെയ്തു? അവിടെ ട്രാഫിക് ജാമാണ്. ഇയാൾ വന്നാണ് എൻ്റെ മുമ്പിൽ വന്ന ട്രാഫിക്കിൽ കുരുങ്ങി കിടക്കുക. ഞാൻ പറഞ്ഞു, നിങ്ങൾ 100 കിലോമീറ്റർ അകലെ നിന്ന് ഇത്ര പെട്ടെന്ന് ഇവിടെ വന്നോ? ഞാൻ ചോദിച്ചു, എന്തിനാ സഹോദര നിസ്സാര കാര്യത്തിന് കള്ളം പറയുന്നത്? ജയിക്കാൻ വേണ്ടി എന്തും പറയും ആൾക്കാർ. ഈ അനുഭവത്തിൽ കൂടെ കുറേ കാര്യങ്ങളുണ്ട്, അതുകൊണ്ടായി പറയുന്നത്. ഈ അഭിനയമല്ലല്ലോ. ഞാൻ അഭിനയിച്ചിട്ടുമുണ്ട്, എനിക്ക് അനുഭവമുണ്ട്. അപ്പോൾ അതുകൊണ്ടായി പറയുന്നത്. ഒരു കാര്യം വളരെ ശ്രദ്ധിക്കണം. ആർക്കും വേദനിപ്പിക്കുന്ന ഒരു കാര്യം നമ്മൾ പറയരുത്. വചനം ചൂണ്ടിക്കാണിക്കാം, വചനത്തിലുള്ള കാര്യങ്ങൾ പറയാം. ആരെയും നമ്മൾ വിധിക്കാൻ പോകണ്ടെന്നേ ഉള്ളൂ. കുറവുകളെ പറയാം. അതിന് പരിശുദ്ധാത്മാവ് നിന്നിൽ വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്നതാണ്. യോഹന്നാന്റെ സുവിശേഷം 16 അധ്യായത്തിൽ. അതാണ് പരിശുദ്ധാത്മാവ്. കുറവുകളെ നമുക്ക് ഉണർത്താം, പരിജ്ഞാനത്തോടെ ഉണർത്താം. നമുക്ക് മീഡിയയിൽ കൂടെ കുറേ കടന്ന് കളിച്ചിട്ട് എന്നാ കിട്ടാനാ? നമ്മളെല്ലാത്തിനും നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു ദിവസമില്ലേ? മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുമ്പോഴുണ്ടാകുന്ന ആ വേദന, ഹൃദയവേദന ഭയങ്കരം. ഞാനും കുറേയൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പറയുക, എനിക്ക് ആരോടും ഒരു പിണക്കവും ഇല്ല.
കർത്തൃമേശയും കൊണ്ട് ചെല്ലുമ്പോൾ പോടാ പട്ടി എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. കൊണ്ടുപോടാ പട്ടി എന്ന് പറഞ്ഞു. അവസാനം എന്ത് ചെയ്തു? നായി കുരയ്ക്കുന്നത് പോലെ കുരച്ചാ മരിച്ചേ. ഞാൻ പ്രതികാരം പറയുന്നതല്ല. വേറൊരാളോട് കുറവുകളെ രഹസ്യമായിട്ട് ഇന്ന പോലെ കാണിക്കുന്നു, കുറച്ച് കുറവുകളൊക്കെ കാണിക്കുന്നു, അതൊക്കെ ഒന്ന് പരിഹരിച്ചിട്ടേ കർത്തൃമേശ കൊടുക്കാവൂ എന്ന് പറഞ്ഞപ്പോൾ എന്നെ പട്ടിയെന്ന് പരസ്യമായിട്ട് വിളിച്ചു. അത് പിന്നെ അത് കുഴപ്പമില്ല, കാരണം ഞാൻ പട്ടിയല്ലല്ലോ, മനുഷ്യനല്ലേ. അതുകൊണ്ട് മനുഷ്യനെ പട്ടിയാക്കിയത് കൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല. എന്നെ പട്ടിയാക്കിയത് കൊണ്ടൊന്നും പട്ടിയെന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് പട്ടി വിളി കേട്ടതാണ്. അതുകൊണ്ട് എനിക്കതൊന്നും, ഞാനെപ്പോഴും പറയും, ഒരു സുവിശേഷകന് വേണ്ടത് 10-12 ഗുണങ്ങളുണ്ട്. അതിൽ ഒന്നാണ് കാണ്ടാമൃഗത്തിൻ്റെ തൊലിക്കട്ടി. ഒന്നാമത്തെ ഒരു സുവിശേഷകന് വേണ്ടത് കാണ്ടാമൃഗത്തിൻ്റെ തൊലിക്കട്ടിയാണ്. അടൂർ ഇളമണ്ണൂർ എന്ന് പറയുന്ന സ്ഥലത്തോടടുത്ത് പോയപ്പോൾ എന്നെ പട്ടിയെന്ന് വിളിച്ചു. ഞങ്ങൾ സുവിശേഷം പറയാൻ പോയത്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ദേവാസോടി, ഞാനവിടെ തന്നെ നിന്ന്. ദൈവകൃപയാൽ ആ പട്ടിയെന്ന് വിളിച്ചവരെ കുടുംബമായിട്ട് മുക്കിപ്പൊക്കുവാൻ, അത് ഈ ദുബൈയിൽ വെച്ച് തന്നെ, ഈ ഷാർജയിൽ വെച്ച് തന്നെ മുക്കിപ്പൊക്കുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് കൃപ ചെയ്തു. അവരെന്ന് സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നു. ഇപ്പം പറഞ്ഞത് ഇതൊന്നും വലിയൊരു വിഷയമല്ല. ഞാൻ എനിക്ക് ഇവരോട് ആരോട് പട്ടിയെന്ന് വിളിച്ച ആളിനെ ഞാൻ തിരിച്ചു വിളിച്ചു, പ്രാർത്ഥിച്ചു. കർത്തൃമേശ കൊണ്ടുവന്ന് ഇപ്പോൾ പട്ടിയെന്ന് വിളിച്ച ആളെ കുറച്ച് പുള്ളി മരിച്ചു. പക്ഷെ ലാസ്റ്റിൽ കാണാൻ പറ്റിയില്ല. ആർക്കും അറിയത്തില്ല ഇതെന്ത് പറ്റിയ, പേപ്പട്ടി കടിച്ചാന്ന് എല്ലാവരും പറഞ്ഞു. കുറച്ച് മരിച്ചു. പേപ്പട്ടി കുരയ്ക്കുന്ന പോലെ കുരച്ചു. പേപ്പട്ടിയൊന്നും കടിച്ചതൊന്നും അല്ലായിരുന്നു. അതുകൊണ്ട് ആരെക്കുറിച്ചും ആരെയും വേദനിപ്പിക്കാതെ, അവരൊക്കെ ഇരുന്ന് കണ്ണുനീരൊഴുക്കും. ആ കണ്ണുനീര് ശാപമായിട്ട് കിടക്കും അത് തലമുറകൾക്ക്. ആരെയും വേദനിപ്പിക്കുക, ആരെക്കുറിച്ചും നുണ പറയാതെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവവചന അടിസ്ഥാനത്തിൽ, ഞാൻ എന്തിനാ ഈ അബ്രഹാം, ഇസാക്ക്, യാക്കോവ്, ഇവരെക്കുറിച്ച് സ്തോത്രം, സാറ, ഇവരെക്കുറിച്ചൊക്കെ പറഞ്ഞെന്താ, റാഹേൽ. അപ്പോൾ ഇതിനകത്തൊക്കെ സാഹചര്യങ്ങളാണ്. ഇതൊക്കെ ഇതിനകത്തെല്ലാം സാഹചര്യങ്ങളുമുണ്ടാകും. ഇതിനാണ് സത്യവേദ പുസ്തകം എന്ന് ഞങ്ങൾ പറയുന്നത്. സത്യമായിട്ടും കുറവായിട്ടും എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇത് സത്യവേദ പുസ്തകമായത്. അല്ല വൺ വേ ആയിരുന്നെങ്കിൽ ഇത് സത്യവേദ പുസ്തകം എന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാനവരെയൊക്കെ ചൂണ്ടിക്കാണിച്ചെന്തിനാ, വചനപ്രകാരം ചൂണ്ടിക്കാണിച്ചെന്തിനാ. നമ്മൾ ആരെക്കുറിച്ചും സീബയെ പോലെ ആകരുത്, ഏദോമിനായ ദോവേഗിനെ പോലെ ആകരുത്. അവസാനം ദോവേഗിൻ്റെയൊക്കെ വിഷയം പറയുമ്പോൾ ചരിത്രമൊക്കെ പഠിച്ചു നോക്കിയാൽ അറിയാം, ഭയങ്കര കട്ടമായിരുന്നു ലാസ്റ്റിൽ. സീബ ഇവനുള്ള സ്വത്ത് മൊത്തം തട്ടിയെടുത്തു. ദാവീദ് കാണിച്ച അവിടെ ശരിയല്ല അത്, എൻ്റെ ഭാഷയെ പറഞ്ഞ. പക്ഷെ ദൈവം നീതീകരിച്ചു, അത് പോട്ട്. ദൈവം നീതീകരിച്ചതിനെ ഞാൻ കുറ്റം പെടുത്തിയിട്ട് എന്താ കാര്യം? ദൈവം ക്ഷമിച്ചതിനെ ഞാൻ കുറവുകളെ പറഞ്ഞുകൊണ്ട് നടന്നിട്ട് എന്താ കാര്യം? അവരും ദൈവമായിട്ട് ക്ഷമിച്ചു, ദൈവ കുറവുകളെ ഏറ്റു പറഞ്ഞു, നിരപ്പ് പ്രാപിച്ചു, ക്ഷമിച്ചു. പിന്നെ ഞാനെന്തിനാ കുത്തിപ്പൊക്കിക്കൊണ്ട് നടക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇന്ന് അതല്ലേ ചെയ്യുന്നത്, മീഡിയയിൽ കൂടെ അതല്ലേ ചെയ്യുന്നത്. രാപ്പകൽ കുറ്റം ചുമത്തുന്ന അപവാദിയാണ് വെളിപ്പാട് പുസ്തകം 12:10. നമുക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ രക്തമാണ്. അപ്പോൾ ഒരു ദൈവദാസനെ പറ്റി കുറ്റപ്പെടുത്തിയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ദൈവപദനെക്കുറിച്ച് ഭർത്താവ് ഭാര്യയെ കുറ്റപ്പെടുത്തിയിരിക്കുമ്പോൾ, കർത്താവ് നമുക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കും മക്കൾ അപ്പനെയും അമ്മയും കുറ്റപ്പെടുത്തുമ്പോൾ. പക്ഷെ നമ്മുടെ ഭാഗത്ത് നീതി ഉണ്ടാവണം, ന്യായം ഉണ്ടാവണം. ഒരാളെ കുറ്റപ്പെടുത്തുമ്പോൾ അതങ്ങനെ തന്നെയോ എന്ന് നമ്മൾ നോക്കണം. എല്ലാ തോന്നലുകളും യഥാർത്ഥമാകണമെന്നില്ല, ദൈവികമാകണമെന്നില്ല. ദിനവൃത്താന്തങ്ങൾ 1-21, ശമൂവേൽ എഴുതിയ 2-24. ദാവീദിൻ്റെ ഒരൊറ്റ തോന്നലല്ലേ, എത്ര എണ്ണം പോയി. അതുകൊണ്ട് നമുക്ക് ആരെക്കുറിച്ചും നുണ പറയാതെ നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്ത്
കർത്താവ് നമ്മെ സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ആരെക്കുറിച്ച് ഇനി തൊട്ട് ഞാൻ നുണ പറയത്തില്ല. ഇന്നലെ വരെ നുണ പറഞ്ഞു, അവരെക്കുറിച്ച് നുണ പറഞ്ഞു, അവരോട് പോയി ക്ഷമ പറയണം. അവരോട് ക്ഷമ പറയണം. ഉള്ള കാര്യം തുറന്ന് പറയാം, ആരുടെ മുമ്പിലും പറയാം. പക്ഷെ അത് പരിജ്ഞാനത്തോടെ പറയണമെന്നുള്ളതേ ഉള്ളൂ. ആർക്കും വേദനിപ്പിക്കുന്ന രീതി പറയാതെ നമുക്ക് മുന്നോട്ട് പോകാം. ഞാൻ വഴക്കൊക്കെ ഒത്തിരി പറഞ്ഞിട്ടുണ്ട് ആൾക്കാരെ. തെറ്റ് കണ്ട് ഞാൻ സാഹസിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ ഒത്തിരി എതിരുകളും പോരുകളും വെല്ലുവിളികളും വിലക്കുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ഇതുപോയി തന്നെ ഉണ്ടായിട്ടുണ്ട്. നുണ പറയുന്നവനെ ദോവേകുമാരും ഏതോമനായ ദോവേകുമാർ ഒക്കെ ഇപ്പോൾ അകത്തിരിക്കുക. നിരപരാധിയായ മെബിബോശത്തുമാർ ഇപ്പോൾ പുറത്തു പോവാ, ഒന്നുമില്ലാതെ അവൻ്റെ മുതലും തട്ടിയെടുത്ത്. സീബ അവൻ്റെ മുതൽ മുഴുവനും തട്ടിയെടുത്ത്. ദാവീദ് പറഞ്ഞു, അതെല്ലാം നീ അങ്ങ് എടുത്തു വന്നു. തെറ്റല്ലേ അത്? യോനാഥാന് കിട്ടേണ്ട പദവിയല്ലേ ഇവന് കൊടുത്തത്, ഈ ദാവീദിന് കൊടുത്തത്? ശമൂവേൽ എഴുതിയ 1-ാം പുസ്തകം 14-ാം അധ്യായം 15-ാം അധ്യായം പഠിക്കണം. 16, 18, 19 പഠിക്കും പറയും. എന്തോ ഒരു അപ്പനെ പോലും വിരോധം സമ്പാദിച്ചുകൊണ്ട് ദാവീദിനെ സ്നേഹിച്ച വ്യക്തിയാണ്. അവസാനം കണ്ട് 2 കാലം മുടന്തനൊരു പരിഹാരം കൊടുത്തില്ല. ആദ്യം കൊടുത്തു, രണ്ടാമത് നുണ കേട്ടിട്ട് കൊടുത്തില്ല. ആ ഭാഗം വായിച്ചപ്പോൾ ഞാൻ കരഞ്ഞു. ചെന്ന് പറഞ്ഞിട്ടൊന്നും ഇയാളെ കേട്ടില്ല. ശമൂവേൽ എഴുതി 2-ാം പുസ്തകം 19, 24, 30 വരെ വായിക്കുമ്പോൾ കരഞ്ഞു പോകും. ഇന്നലെ വരെ മക്കൾ അപ്പനോട് നുണ പറയും, ഭാര്യ ഭർത്താവിനോട് നുണ പറയും, ഭർത്താവ് ഭാര്യയോട് നുണ പറയും, വിശ്വാസികൾ പാസ്റ്ററോട് നുണ പറയും, പാസ്റ്റർ വിശ്വാസികളോട് നുണ പറയും. എല്ലാം ഉണ്ട്. ഇതെല്ലാം ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. കണ്ടതുകൊണ്ട് പറയുക. ആരെയും വ്യക്തിപരമായിട്ടല്ല പറയുന്നത്. കുറവുകൾ ഏറ്റു പറഞ്ഞ് കർത്താവിനോട് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഉണ്ടെങ്കിൽ എന്നല്ല, ഉണ്ട്, ക്ഷമിക്കണമെന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഏക സത്യദൈവം കർത്താവായ യേശു ക്രിസ്തു, കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കണ്ണുകളടയ്ക്കാം. പരിശുദ്ധ പിതാവേ, അവിടുത്തെ കരങ്ങളിലേക്ക് അടിയനെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. തിരുവെഴുത്ത്, ഈ പറഞ്ഞ തിരുവെഴുത്തിന് മുൻപിൽ ഇത് ഇരുവായത്തുള്ള വാളാണ്. ഈ പ്രസംഗിക്കുന്ന അടിയനെയും വെട്ടും കേൾക്കുന്നവരെയും വെട്ടും. എന്നാൽ അനുതപിച്ച് കരയുന്നവന് വേണ്ടി ഇന്നും വിടുതൽ കൊടുക്കുവാൻ തക്കവണ്ണം 2000 വർഷങ്ങൾക്ക് മുൻപ് കാൽവറി ക്രൂശിലൊഴുക്കിയ രക്തം ധാരധാരയായി ഒഴുകുമ്പോൾ ആ രക്തത്താൽ ഈ വചനം കേട്ട എല്ലാവരെയും കഴുകി ശുദ്ധീകരിച്ച് നിർമ്മല വചനം നാവിലെടുത്ത് ദൈവകൃപയോടെ മുന്നോട്ട് പോകുവാൻ ദൈവം ഇടയാക്കണം. കുറവുകളെ തമ്മിൽ ഏറ്റുപറഞ്ഞ് നിരപ്പ് പ്രാപിക്കേണ്ടിടത്ത് നിരപ്പ് പ്രാപിച്ച് ദൈവകൃപ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ സഹായിക്കണമെന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അടിയൻ പാർക്കുന്ന ഈ ദേശത്തിനായി പ്രാർത്ഥിക്കുന്നു. ഭരണാധികാരികൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കണം. കർത്താവ് അവരെ വിടുവിക്കണം. നന്മകളാൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രധാനമന്ത്രിക്കായി, പ്രസിഡന്റിനായി പ്രാർത്ഥിക്കുകയാണ്. രാജ്യം കാക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. അവരെ ദൈവം കരുതണം. ഇന്ത്യ ഭരിക്കുന്ന ഇന്ത്യയിലുള്ള 29 സംസ്ഥാനത്തിലെ മുഖ്യന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. നീതി ന്യായം നടത്തുവാൻ അവർക്ക് കൃപ കൊടുക്കണം. ജഡ്ജിമാർ, വക്കീലന്മാർ, കർത്താവെ, നുണയുടെ ആത്മാവ് ഏതോമിനായ ദോവേഗിൻ്റെ ആത്മാവിനെ പോലെ ആകാതെ, സീബയുടെ ആത്മാവിനെ പോലെ ആകാതെ, സ്വത്ത് തട്ടിയെടുക്കുന്ന സീബയുടെ ആത്മാവിനെ പോലെ ആകാതെ, പ്രൗഢിക്ക് വേണ്ടി നുണ പറയുന്ന ഏതോമിനായ ദോവേഗിനെ പോലെ ആകാതെ എല്ലാവർക്കും നല്ല ബുദ്ധി, നല്ല ജ്ഞാനം കൊടുത്ത് നീതിന്യായം നടത്തുവാൻ കൃപ കൊടുക്കണം. പോലീസ് അധികാരികൾ, പോലീസുകാർ എല്ലാവരെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കുടുംബാംഗങ്ങളെ ഏൽപ്പിക്കുന്നു. പ്രത്യേകിച്ച് രോഗികളായി കഴിയുന്നവർ, ഭാരത്തിലും പ്രയാസത്തിലുമായിരിക്കുന്നവർ, കടഭാരത്തിലായിരിക്കുന്നവർ, തലമുറകളെ കെട്ടിച്ചയക്കുവാൻ നിവൃത്തിയില്ലാത്തവർ, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ നിവൃത്തിയില്ലാത്തവർ, എല്ലാവരെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഭവനമില്ലാത്തവർ, വാടകയ്ക്ക് കഴിയുന്നവർ, വാടക കൊടുക്കുവാൻ നിവൃത്തിയില്ലാത്തവർ, ഇങ്ങനെ
പല വിധത്തിൽ ജനം ഭാരപ്പെട്ട് വേദനിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു അവർക്കെല്ലാം വേണ്ടതായ നന്മകളും വഴികളും ഒരുക്കി സ്വർഗത്തിലെ ദൈവം മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിലെ 5 വൻകരയിൽ ശുശ്രൂഷിക്കുന്ന കർത്തൃഭൃത്യന്മാരെ, കുടുംബാംഗങ്ങളെ, കുഞ്ഞുകുട്ടികളെ ഏൽപ്പിക്കുന്നു. ശുശ്രൂഷയുടെ ഭാഗവാക്കുകളായി നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സഹോദരി സഹോദരന്മാരെല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളോട് പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞ പ്രിയ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരെ അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടട്ടെ, ദൈവമഹത്വം വെളിപ്പെടട്ടെ. തിരുനാമം മഹത്വത്തിന് സകലതും തിരുനാമ മഹത്വത്തിനാക്കി തീർക്കണം. അടിയനെ കുടുംബമായി ഏൽപ്പിക്കുന്നു. 3 കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നു. അവരുടെ പഠനം ഭാവിയെല്ലാം അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കുന്നു. ആയിരിക്കുന്നിടത്ത് ദൈവകൃപയിൽ കാക്കണം, പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രകൃതിക്ഷോഭങ്ങളോ ഒരു പ്രതിസന്ധികളോ പകർച്ചവ്യാധികളോ മഹാമാരിയോ ഒന്നും വരാതെ ദൈവത്തിൻ്റെ കരുണ കൃപ അവിടുന്ന് കൂടെ ഇരിക്കണം. വളരെ പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്ന ഒരു അനുഭവം ഞങ്ങളുടെ ഇന്ത്യ മഹാരാജ്യത്തുണ്ടെങ്കിലും കർത്താവെ ആ പ്രതിസന്ധികളിൽ ഈ 2024 പൂർത്തിയാകുന്നതിന് മുൻപ് വളരെ പ്രതിസന്ധികൾ, പ്രക്ഷോഭങ്ങൾ, ആമേൻ, വളരെ ആമേൻ പ്രതിസന്ധികൾ കാണുമ്പോൾ ഇരു വിഭാഗക്കാരും തമ്മിലടിയും ആമേൻ യുദ്ധം പോലെ നടക്കുന്നത് കാണുമ്പോൾ കർത്താവെ ഒരു പ്രതിസന്ധികളും വരാതെ എൻ്റെ സ്വർഗത്തിലെ ദൈവം കാക്കണം, പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇന്ത്യ മഹാരാജ്യത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എല്ലാവർക്കും ഒരു മാനസാന്തരം, നുണയുടെ ആത്മാവിനെ കളഞ്ഞ് നീതി ധരിച്ച് വിശുദ്ധിയോടെ നിൽക്കുവാൻ എല്ലാവരെയും കൃപ ചെയ്യണം. അടിയനെ താഴ്ത്തുന്നു. അടിയൻ ഇങ്ങനെ അവസരമൊരുക്കുന്നതായി ഭവനത്തിനായി, കുടുംബത്തിനായി, കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങളിലെല്ലാം കൂടിയിരിക്കണം. അടിയനെ താഴ്ത്തുന്നു. വചനം അടിയന് ലഭിച്ച കൃപയ്ക്കനുസരിച്ച് വചനം പറയുവാൻ അവിടുന്ന് തന്ന നല്ല ഭാഗ്യത്തെ ഓർത്ത് നന്ദി പറയുന്നു. മഹത്വമെല്ലാം കെടുക്കണം. പ്രാർത്ഥന കേട്ടുള്ള നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൻ്റെ പിതാവേ, ആമേൻ, ആമേൻ. വാട്ട് ബ്ലസ് യു ആൾ അബണ്ടൻലി. ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.